കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ, ഇത് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 12 അപ്പോസ്തലന്മാരെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നാം ആ പട്ടികയിൽ നിന്നും 9ാം സ്ഥാനത്ത് നിൽക്കുന്ന യാക്കോബിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് അപ്പോസ്തലന്മാരുടെ പട്ടിക രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 9ാം സ്ഥാനത്താണ് ഈ യാക്കോബിൻ്റെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ യാക്കോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ യാക്കോബിനെക്കുറിച്ച് അധികമൊന്നും തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അധികമായ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കം മാത്രമായി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആ പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഈ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ 2 യാക്കോബുമാരെ കാണുവാൻ കഴിയും. അവരിൽ ഒന്ന് സെബെദിയുടെ മകൻ ഒരു യാക്കോബുണ്ട്, മറ്റൊന്ന് അൽഫയുടെ മകൻ യാക്കോബ്. നാം ഇന്ന് പഠിക്കുന്നത് അൽഫയുടെ മകൻ യാക്കോബിനെ കുറിച്ചാണ്. ഈ യാക്കോബിനെക്കുറിച്ച് വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കത്തുള്ളൂ എന്നുള്ളത് നാം ഇപ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് അൽഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാതാവിൻ്റെ പേര് മറിയ എന്നുമാണ്. ഈ യാക്കോബിൻ്റെ സഹോദരനാണ് മത്തായി. അദ്ദേഹം അതിശക്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ് മത്തായി. മത്തായിയുടെ സഹോദരനും അൽഫയുടെയും അതുപോലെ തന്നെ മറിയയുടെയും മകനുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ യാക്കോബ്. ഈ യാക്കോബിനെയാണ് ചെറിയ യാക്കോബെന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ യാക്കോബിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കവർനഹൂമാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ചുങ്കം പിരിവും ആയിരുന്നുവെന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ലിസ്റ്റിൽ 2 പേര് ഈ ജോലിക്ക് പോയതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന് ലേവി ആയിരുന്ന മത്തായി, അദ്ദേഹം ചുങ്കം പിരിവുകാരനായിരുന്നു. ഒപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരനും അതേ ജോലിയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന, വെറുക്കപ്പെടുന്ന ജോലി ആയിരിക്കെ തന്നെ അദ്ദേഹം അതിൽ വളരെ ശ്രദ്ധാലുവും ആ റോമൻ പട്ടാളത്തിന് അല്ലെങ്കിൽ റോമൻ ഭരണകൂടത്തിന് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി ഈ ജോലി നിർവഹിച്ചു വന്നതായിട്ടും നമുക്ക് അദ്ദേഹത്തെ പഠിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ മറ്റൊരു സംഭവം വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യാക്കോബിൻ്റെ സഹോദരനായ യൂദ, ദ്രോഹിയായിത്തീർന്ന ഇസ്കരിയോത്ത് യൂദ എന്നിവർ തന്നെ. അവിടെ 2 യൂദാമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത യൂദ, മറ്റൊന്ന് യാക്കോബിൻ്റെ സഹോദരനായ യൂദ. അപ്പോൾ ഈ അൽഫയുടെയും മറിയയുടെയും മക്കളായ മത്തായിയും യാക്കോബും ഇവരെ കൂടാതെ ഈ പറയപ്പെടുന്ന യൂദ യാക്കോബിൻ്റെ സഹോദരൻ തന്നെയാണ് എന്നൊരു ചിന്താഗതി ഇതിൽ നിന്നും ലഭ്യമാണ്. അങ്ങനെ വേദപണ്ഡിതന്മാർ ഇതിനെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഇവിടെ പറയപ്പെടുന്ന യൂദ അത് യാക്കോബിൻ്റെ സഹോദരനാണ്, മത്തായിയുടെ സഹോദരനാണ്. അങ്ങനെയെങ്കിൽ മത്തായി, അതുപോലെ തന്നെ യാക്കോബ്, പിന്നെ യൂദ, ഈ 3 സഹോദരങ്ങളും ഒരു കുടുംബത്തിൽ നിന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു ഭവനത്തിൽ നിന്നും 3 സഹോദരങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവൻ്റെ ശിഷ്യന്മാരായി തീർന്നിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ആ കുടുംബത്തിനുണ്ട്. ആ മാതാവിനും പിതാവിനും സന്തോഷിപ്പാൻ വകയുണ്ട്. ഞങ്ങളുടെ മക്കൾ 3 പേരും കർത്താവിൻ്റെ വേലക്കാരാണ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ആ മാതാപിതാക്കൾക്ക് അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട
ക്രിസ്തു നന്മകൾ അനുഭവിക്കുന്ന ഒരു നല്ല കുടുംബമായിട്ട് ഇവരുടെ കുടുംബത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഈ യാക്കോബിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അതിലേറ്റവും സാധാരണ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ സാധാരണപ്പെട്ടവരുടെയൊക്കെ ലിസ്റ്റിൽ അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായ കാര്യത്തിൽ യേശു ക്രിസ്തു അവരെ വിളിക്കുന്ന സന്ദർഭങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിളി അല്ലെങ്കിൽ യേശു അവനെ തിരഞ്ഞെടുക്കുന്ന ആ അനുഭവം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവനെ എങ്ങനെയാണ് യേശു തിരഞ്ഞെടുത്തതെന്നും എവിടെ വെച്ചാണ് ഇവനെ വിളിച്ചതെന്നും എങ്ങനെയാണ് ഇവൻ യേശുവുമായി കണ്ടുമുട്ടിയതെന്നും എന്നും ഉള്ള ഒരു ചിത്രം നമുക്ക് സുവിശേഷങ്ങളിൽ നിന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് അതിന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകം അദ്ദേഹത്തിൻ്റെ വിളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഏതോ നിർണായകരമായിരിക്കുന്ന ഘട്ടത്തിൽ ഈ യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്നു എന്നുള്ളതാണ്. അവനെ അതിശയിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു സാഹചര്യമാണ് യാക്കോബിനെ യേശുവിൻ്റെ ശിഷ്യനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവനെ എന്താണ് അതിശയിപ്പിച്ചത്, അവനെ എന്താണ് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ മറ്റൊരു ചിന്ത അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ എന്താണ് കാണുന്നതെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 27 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ ഈ യാക്കോബിൻ്റെ സഹോദരനായ ചുങ്കം പിരിവുകാരനായ മത്തായിയുടെ മാനസാന്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. അതിൻ്റെ ശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്നവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റു അവനെ അനുഗമിച്ചു. ഇവിടെ നാം കാണുന്നത്, ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു ചുങ്കം പിരിവുകാരൻ മാനസാന്തരപ്പെടുന്നതാണ്. ഒരിക്കൽ പോലും ഇവൻ മാനസാന്തരപ്പെടത്തില്ല എന്ന് കരുതിയതാണ്. മറ്റുള്ളവരൊക്കെ പറഞ്ഞ് യേശു എത്ര പ്രസംഗിച്ചാലും വചനം എത്ര കേട്ടാലും ഇവൻ നന്നാകത്തില്ല എന്ന് പറഞ്ഞ് ഇവനെ അധിക്ഷേപിച്ച് വിട്ടതാണ്. പക്ഷേ ഇത് കർത്താവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മത്തായി മാനസാന്തരപ്പെട്ടു. ആമേൻ. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഒരിക്കലും എൻ്റെ സഹോദരൻ യേശുവിൻ്റെ ശിഷ്യനാകത്തില്ല എന്ന് ഒരുപക്ഷെ യാക്കോബ് മനസ്സിൽ കരുതിയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ മത്തായി യേശുവിൻ്റെ ശിഷ്യനാണ്. അതായിരിക്കണം ഒരുപക്ഷെ യാക്കോബിനെയും യേശുവിൻ്റെ ശിഷ്യനാക്കുവാൻ പ്രേരിപ്പിച്ചത്. തൻ്റെ സഹോദരനെ രൂപാന്തരപ്പെടുത്തിയ, തൻ്റെ സഹോദരനെ മാനസാന്തരപ്പെടുത്തിയ ഈ യേശു എന്നെയും മാനസാന്തരപ്പെടുത്തും. തൻ്റെ സഹോദരനെ ഈ പാപ അവസ്ഥയിൽ നിന്നും, ഈ വെറുപ്പിൻ്റെ അവസ്ഥയിൽ നിന്നും വീണ്ടെടുത്ത യേശു എന്നെയും പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നും വെറുപ്പിൻ്റെ അനുഭവത്തിൽ നിന്നും വീണ്ടെടുക്കുമെന്ന് അവന് ബോധ്യമായതുകൊണ്ടായിരിക്കാം യാക്കോബ് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നത്. ഇനി മറ്റൊന്ന്, യേശു ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ നേതാവായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്ത പ്രവർത്തികളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ ശിഷ്യനാകുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തൽ. ഇങ്ങനെ യാക്കോബ് ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായി തീർന്നിരിക്കുകയാണ്. എന്നാൽ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞപ്പോൾ അതിന് ശേഷമുള്ള യാക്കോബിൻ്റെ പ്രവർത്തനങ്ങളോ യാക്കോബിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചോ നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നില്ല. എങ്കിൽ പോലും ചില കാര്യങ്ങൾ, ചില വസ്തുതകളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അവയിൽ ഒന്ന് ഞാൻ പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചുങ്കം പിരിക്കുന്നയാളാണ്. തൻ്റെ സഹോദരനോടൊപ്പം മത്തായിയോടൊപ്പം ഇരുന്ന് ഇദ്ദേഹം ചുങ്കം പിരിക്കുന്നവനാണ്. പക്ഷേ ഇപ്പോൾ ചുങ്കപ്പിരിവെല്ലാം നിർത്തി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലായി, രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ സ്നേഹത്തിൻ്റെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. യേശുവിനെക്കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്നപ്പോൾ യേശുക്രിസ്തു അദ്ദേഹത്തെ ആഴമേറിയ സത്യങ്ങൾ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എല്ലാം ഈ യാക്കോബ് അവിടെയുണ്ട്. ആയതിനാൽ യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അദ്ദേഹം യേശുവിൻ്റെ സന്ദേശങ്ങൾ കേട്ട് ആത്മാവിൽ എരിവുള്ളവനായി, നിറവുള്ളവനായി കഴിഞ്ഞിരുന്നു. ഈ യേശുക്രിസ്തു യാക്കോബിനെ പല കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിച്ചിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യേശുക്രിസ്തു യാക്കോബിനെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും
താൻ എങ്ങനെയായിരിക്കണം കാര്യങ്ങളെ നോക്കേണ്ടതും വിലയിരുത്തേണ്ടതും, എങ്ങനെയായിരിക്കണം ഒരു സുവിശേഷ പ്രവർത്തകൻ മറ്റുള്ളവരോട് ഇടപെടേണ്ടത് എന്നൊക്കെ യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കാം. അങ്ങനെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ശിഷ്യന്മാരുടെ സംഘത്തോട്, അല്ലെങ്കിൽ യാക്കോബ് അടങ്ങുന്ന ശിഷ്യന്മാരുടെ സംഘത്തോട് യേശു പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠം തിരുവെഴുത്തിലുണ്ട്. ആ ഭാഗം കൂടി വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മനോഹരമായിരിക്കുന്ന പാഠങ്ങൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. 4 പാഠങ്ങൾ യേശു ഈ ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഈ യാക്കോബിന് പഠിപ്പിക്കുകയാണ്. അതിലൊന്ന് എന്ന് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ശത്രുക്കളെ സ്നേഹിപ്പാൻ യേശു ആഹ്വാനം ചെയ്യുകയാണ്. 2-ാമത്തെ പാഠമെന്ന് പറയുന്നത്, പകയ്ക്കുന്നവരെ സ്നേഹിപ്പാൻ യേശു പഠിപ്പിക്കുകയാണ്. പിന്നൊന്ന്, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പാൻ യേശു പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിക്കുകയാണ്. ഒരു യേശുവിൻ്റെ ശിഷ്യനിൽ ഉണ്ടാകേണ്ടുന്ന 4 പ്രത്യേകതകളാണ് ഇവിടെ നാം കണ്ടത്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ ആർക്ക് കഴിയും? ലോകത്തൊരു മനുഷ്യനും തയ്യാറല്ല. ശത്രുക്കളെ സ്നേഹിക്കുവാൻ തൊട്ടടുത്തടുത്ത് താമസിക്കുന്നവർക്ക് പോലും വളരെ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്നവരെ നമുക്ക് പരിചിതമാണല്ലോ. നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ പരിസരത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വളരെ നാളുകളായി അവർ പിണങ്ങിയിരിക്കുകയാണ്. ചിലർ പറയും, ഞാൻ മരിച്ചാലും, ഞാൻ മരണക്കിടക്കയിൽ കിടന്നെന്ന് പറഞ്ഞാലും അവനോടോ അവളോടോ മിണ്ടുകയില്ല. പക്ഷേ എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകുകയും ദശാംശം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇവൻ യേശുവിലാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഈ പാഠം യാക്കോബ് അടങ്ങുന്ന ശിഷ്യഗണത്തിലേക്ക് യേശു കൊടുക്കുവാൻ തക്കവണ്ണം, യേശു ക്രിസ്തു നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ യേശു ക്രിസ്തു എന്ന ഗുരുവിനിൽ നിന്നും മനോഹരമായ പാഠങ്ങൾ പഠിച്ചു, മനോഹരമായ സന്ദേശങ്ങൾ ലഭിച്ചു. തികവുറ്റ മികവുറ്റ ഒരു അപ്പോസ്തലനായി യാക്കോബ് രൂപം പ്രാപിച്ചു എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ പറയുന്നത്, യെരുശലേമിലും പേർഷ്യയിലുമായിട്ട് അദ്ദേഹം സുവിശേഷ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അധികം വിവരം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സുവിശേഷ മേഖലകളെക്കുറിച്ചോ അധികമായിട്ടൊരു വിവരം ലഭിക്കാത്തത് കൊണ്ട് പേരില്ലാത്ത അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. പേരില്ലാത്ത അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ എന്ന് ഈ യാക്കോബ് അറിയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും, പേരില്ല എങ്കിൽ പോലും, താൻ ശുശ്രൂഷിച്ച മണ്ഡലങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം എന്നും സന്തോഷവാനായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കുക, അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അത്യധികമായ സന്തോഷമുളവാക്കുന്നതാണെന്ന് യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നാം അവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്രയും കാര്യങ്ങളിൽ അദ്ദേഹം മറഞ്ഞിരിക്കുന്നൊരനുഭവം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പൊതുവെ മറയ്ക്കപ്പെട്ടിരിക്കുന്നൊരനുഭവമാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, താൻ മറയ്ക്കപ്പെട്ടിരുന്നാലും തൻ്റെ ശുശ്രൂഷകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ആ യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലൻ, അദ്ദേഹം പിന്മറയിൽ അറിയപ്പെടാതെ ഇരുന്നവനും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാതെ ഇരിപ്പാൻ മുമ്പിലേക്ക് വരുവാൻ താല്പര്യപ്പെടാതെ അദ്ദേഹം ഒതുങ്ങി നിന്നുകൊണ്ട് എളിമയുടെ ഒരു ജീവിതം നയിക്കുകയും അദ്ദേഹം നിസ്വാർത്ഥപരമായിരിക്കുന്ന ജീവിതത്തിനും വ്യക്തിത്വത്തിനും ഉടമയായി തീരുവാൻ അദ്ദേഹം ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു എന്നുള്ളൊരു മാതൃക നമ്മുടെ മുൻപിലുണ്ട്. നാം പിൻപറ്റേണ്ടുന്ന മാതൃകയും അതാണ്. നാം എല്ലാവരും താല്പര്യപ്പെടുന്നത്, എനിക്ക് മുൻപിൽ നിൽക്കണം, എനിക്ക് മുൻപിലുണ്ടായിരിക്കണം, ഞാനായിരിക്കണം എന്തിനും മുൻപിലുണ്ടായിരിക്കേണ്ടത്. ഒരു മീറ്റിംഗ് നടത്തിയാൽ ഞാനായിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. ഒരു പ്രോഗ്രാം നടത്തിയാൽ ഞാനായിരിക്കണം അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കേണ്ടത്. ഒരു സംഘടന രൂപീകരിച്ചാൽ ഞാനായിരിക്കണം അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ 1-ാം സ്ഥാനത്തെത്തുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ യാക്കോബ് അറിയപ്പെടാത്ത ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അവൻ മനുഷ്യർ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ ഗോളത്തിൽ ദൈവദാസന്മാരെ അറിയപ്പെടുന്നത് പ്രസിദ്ധനായിരിക്കുന്ന, അപ്പോൾ ലോകത്ത് അറിയപ്പെടുവാനായിട്ടാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്.
അത് ലോകത്തിൻ്റെ ഒരു മോഹമാണ്. ലോകത്തിൻ്റെ മോഹത്തിലുള്ള ഒരു പ്രസക്തി നേടിയെടുക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നവർ പോലും ഒരല്പസമയം ചെലവഴിക്കും, എങ്ങനെയും എനിക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കണം. എന്നാൽ ഇവിടെ യാക്കോബ് കാണിച്ചു തരുന്ന മാതൃക ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവൻ പുറകിലേക്ക് മാറി നിന്നാലും, അവൻ ഒളിക്കപ്പെട്ട അവസ്ഥയിലാന്ന് പറഞ്ഞാലും, സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥപരമായ ജീവിതത്തിൻ്റെയും ഒരു വ്യക്തിത്വമായിരിക്കണം എന്ന് യാക്കോബ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശം അതാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ നീണ്ട പഠനം വേദപുസ്തകത്തിൻ്റെ താളുകളിലില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കോ ബൈബിൾ പണ്ഡിതന്മാർക്കോ ലഭ്യമായിട്ടുമില്ല. ആയതിനാൽ അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വേദപുസ്തകത്തിൽ നിന്നും കാണുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെന്നെത്തുവാൻ കഴിയുന്ന ഒരു നിഗമനം നിസ്വാർത്ഥപരമായ ജീവിതത്തിന് ഉടമയായിരുന്നു യാക്കോബെന്നാണ്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച്, സമൂഹത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സകലവും വിട്ടേച്ച് പോരുക എന്ന് പറഞ്ഞാൽ തൻ്റെ സമൂഹത്തെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുക എന്നുള്ളത് അർത്ഥമല്ല അവിടെ യേശു ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് യേശു ആഗ്രഹിക്കുന്നത്. ആ ഒരു അനുഭവമാണ് യേശു ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെയൊക്കെയും ക്ഷണിക്കുകയും അവരെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയും ചെയ്തത്. അല്ലാതെ ആരും കുടുംബത്തെ ഉപേക്ഷിച്ചില്ല. പത്രോസ് തൻ്റെ ഭാര്യയുമായിട്ടാണ് ശുശ്രൂഷ ചെയ്തത്. ആരും കുടുംബത്തെ ഉപേക്ഷിച്ചില്ല. പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്, പത്രോസിനെ പോലെ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്ന്. ആരും അതിന് യേശുക്രിസ്തു ആരെയും അങ്ങനെ വിളിച്ചിട്ടുമില്ല. ഹൃദയത്തിൻ്റെ സമർപ്പണം, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് ആവശ്യമെന്ന് യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. ആ ഒരു അനുഭവത്തിൽ യാക്കോബ് എത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചൊരു വലിയ വിവരം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ക്രിസ്തുവിൽ വീരമൃത്യു പ്രാപിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട്. യേശു കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷി കൂടി അദ്ദേഹമായിത്തീർന്നു. അദ്ദേഹം റോമാ ഭരണകൂടത്തിൻ്റെ അശക്തമായ ഇടപെടൽ മൂലം യേശു ക്രിസ്തുവിലെ ഒരു രക്തസാക്ഷിയായി തീരുവാൻ ഈ യാക്കോബിനും കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്ത്യനാളുകളിലുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ യാക്കോബിനെ വിളിച്ചതുപോലെ യേശു നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യാക്കോബിന് മേൽ യേശു എപ്രകാരം ശുശ്രൂഷ ഏൽപ്പിച്ചോ അതേ ശുശ്രൂഷയാണ് യേശു നമ്മയും ഏൽപ്പിച്ചിരിക്കുന്നത്. 12 ശിഷ്യന്മാരെ കർത്താവ് അടുത്ത് വിളിച്ചിട്ട്, യാക്കോബ് ഉൾപ്പെടുന്ന 12 ശിഷ്യന്മാരെ കർത്താവ് അടുത്ത് വിളിച്ചിട്ട് താൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്ന ഒരു ശക്തമായൊരു ഉപദേശം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുൾ ചെയ്തു. ഇവിടെ പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത് 12 അപ്പോസ്തലന്മാരെ യേശു ക്രിസ്തു വിളിച്ചിട്ട് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ ഭൂമിയുടെ അധിപതിയായി വാഴുവാൻ കാക്ഷിച്ച പിതാവിനെ, സ്തോത്രം, അത് നാം കാണുകയാണ്. ഈ പാപത്തിൻ്റെ പിതാവിനെ അല്ലെങ്കിൽ പിശാചിനെ കാൽവരിയുടെ മലമുകളിൽ ആമേൻ മരണം കൊണ്ട് ജയോത്സവമാടി അവൻ്റെ കൊമ്പുകളെ ഒടിച്ചുകൊണ്ട് യേശു കർത്താവ് രാജാതിരാജാവായി കർത്താതികർത്താവായി അവൻ അവിടെ വാഴുകയാണ്. അവനവിടെ ആയിരിക്കുന്ന അനുഭവം അങ്ങനെയാണ്. ആ സമയത്ത് യേശു കർത്താവ് സകല അധികാരവും ആ പിതാവ് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രന് മേൽ നൽകുകയും ചെയ്തു. യേശു പറയുകയാണ്, ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു വ്യക്തമാക്കുകയാണ്. അതിനുശേഷം യേശു പറയുന്നത് ആകയാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, സകല അധികാരവും യേശുവിനായതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചും കൊണ്ട് സകല ജാതികളെയും ഉപദേശിച്ച് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കും. ഇവിടെ നാം കാണുന്നത്, പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഉൾപ്പെടുന്ന അപ്പോസ്തല സംഘത്തെ വിളിച്ചിട്ട് യേശു പറയുന്നത്, നിങ്ങൾ പുറപ്പെടണം.
നിങ്ങൾ വിവിധ ദേശങ്ങളിലേക്ക് പുറപ്പെടണം. എന്തിനുകൊണ്ട്? നിങ്ങൾ എന്താണ് പുറപ്പെടുവാനായിട്ടുള്ള കാരണം? യേശു വ്യക്തമാക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇന്ന് ഒരുപാട് പേര് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനം നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ബൈബിൾ അങ്ങനല്ല ഉപദേശിക്കുന്നത്. ചിലർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനം കഴിക്കുന്നു. എന്നാൽ ബൈബിൾ അങ്ങനെ അല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പിന്നെ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. സ്വന്തമായിട്ടുള്ളതല്ല. ഇന്ന് പലരും സ്വന്തമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്ത് സഭകളെ രൂപീകരിക്കുകയാണ്. സ്വന്തമായിട്ടുള്ള ചില ഉപദേശങ്ങൾ, സ്വന്തമായിട്ടുള്ള ചില അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ട് ഇന്ന് സഭകളൊക്കെ സ്ഥാപിക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ ശിഷ്യന്മാർ അങ്ങനെ സ്വന്തം ബുദ്ധി കൊണ്ട് ഊഹാപോഹങ്ങൾ പറഞ്ഞ് അനേകം പേരെ ചതിയുടെ കുഴിയിലേക്കാക്കുവാനല്ല യേശു നമ്മെ വിളിച്ചത്. യേശു നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് കേയും പ്രമാണിക്കേണ്ടതിന്. അപ്പോൾ യേശു പറഞ്ഞത്, യേശു കൽപ്പിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ 12 അപ്പോസ്തലന്മാർക്ക് യേശു കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കും. യാക്കോബ് ഉൾപ്പെടുന്ന 12 അപ്പോസ്തലന്മാർ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, യാക്കോബും ഈ സന്ദേശം യഥാർത്ഥമായിട്ട് കേട്ടിട്ടുണ്ട്. യാക്കോബും ഈ സന്ദേശം ഏറ്റെടുക്കുവാനിടയായിത്തീർന്നു. യാക്കോബിനും മനസ്സിലായി, അതെ, യേശു കർത്താവ് നൽകിയിരിക്കുന്ന, യേശു കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്ന ഉപദേശങ്ങളാണല്ലോ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. യേശു നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഈ കേട്ടുനിന്ന ശിഷ്യന്മാർ ആത്മാവിൽ ഉറയ്ക്കുകയും അവർ ബലം പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം യേശു കർത്താവ് പോയതിനു ശേഷം അവൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവരുടെ മേളിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവരെ നിയന്ത്രിക്കുകയായിരുന്നു. യാക്കോബ് ഉൾപ്പെടുന്ന സംഘം അതിശക്തമായി ശുശ്രൂഷ ചെയ്തു. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ വിധം ശുശ്രൂഷിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്നെന്നെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ നിങ്ങളോട്. അവൻ യേശു ക്രിസ്തു യാക്കോബിനെ വിളിച്ചതുപോലെ, ചുങ്കസ്ഥലത്തു നിന്നും അവനെ വീണ്ടെടുത്തതുപോലെ, പാവച്ചിളിയുടെ അനുഭവത്തിൽ നിന്നും, ഇല്ലായ്മയുടെ അനുഭവത്തിൽ നിന്നും, കഷ്ടതയുടെ അനുഭവത്തിൽ നിന്നും, രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്നും യേശു ക്രിസ്തു നിന്നെയും എന്നെയും വീണ്ടെടുത്തു. അവൻ എന്നെയും നിന്നെയും വീണ്ടെടുത്തു. നിത്യസന്തോഷം കൊണ്ട്, നിത്യസ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇനി നാം ചെയ്യേണ്ടത് എന്താണ്? യേശു പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കണം, മറ്റുള്ളവർക്ക് ഈ സന്ദേശം കൈമാറണം എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നാം അതിനായിട്ട് എത്ര പേർ തയ്യാറായിട്ടുണ്ട്? നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ യാക്കോബിനെ പോലെ പ്രസംഗിപ്പാൻ തക്കവണ്ണം നമ്മെ വിളിച്ച് വേർതിരിച്ച കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നാം താല്പര്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്കൊരുങ്ങാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ പഠിച്ചതുപോലെ യാക്കോബിനെ പോലെ കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ട് ഞങ്ങളുടെ പഴയ പ്രവർത്തികളെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ അനുഭവത്തിലായിത്തീരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ സന്ദേശം ശ്രവിച്ച എല്ലാ ശ്രോതാക്കളെയും കരങ്ങളിൽ വയ്ക്കുന്നു. കർത്താവരെ അനുഗ്രഹിച്ചാട്ടെ, സമർച്ചുകൊണ്ട് നിറയ്ക്കണം, കൃപയാൽ സൂക്ഷിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അതിൽ നിലനിൽപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.